മുൻ MP ഇളമരം കരീം അവർകൾക്കും ഡെൻവറിൻ്റെ മുതലക്കുളത്തെ പൊതുസമ്മേളനം തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ബാങ്ക് വിളിക്കായി അല്പം സമയം മാറ്റിയതാണ്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം ഇവിടെ നടത്താനിരിക്കുന്നത്. കോഴിക്കോടുമായുള്ള തൻ്റെ അഭേദ്യമായ ബന്ധം ഇന്നലത്തെ പൊതുപ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. തൻ്റെ പഠനകാലം, സ്കൂൾ കാലം തൊട്ട് കോളേജ് കാലം വരെയുള്ള കാലം കോഴിക്കോട് ജില്ലയിലായിരുന്നു. കോഴിക്കോടുമായുള്ള ബന്ധം ഇന്നലത്തേതുപോലെ തന്നെ മുതലക്കുളത്തും അൻവറിനെ കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടിയൊരു ദേശീയ പത്രത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അൻവറിനെ കുറച്ചുകൂടി ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനി കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. CPM-ഉം അൻവറും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. CPM-ൽ നിന്നും തിരിച്ച് അൻവറും അതിശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് പോകുന്നു. അൻവറിനിപ്പോൾ വലിയ പിന്തുണ ഇടത് സഹയാത്രികരിൽ നിന്നും ഇടത് അനുഭാവികളിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് അൻവറിന് ആത്മവിശ്വാസമേകുന്നത്. ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾ പാർട്ടി ഉണ്ടാക്കൂ, ഞാൻ പിന്തുണയ്ക്കാം എന്നതായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതേസമയം ലീഗിനും കോൺഗ്രസിനു പോലും ഭീഷണിയാകുന്ന തരത്തിൽ ആ പാർട്ടികളിൽ നിന്നുള്ള അനുഭാവികളും ഈ പൊതുയോഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഞങ്ങൾ ഈ കാലത്ത് ആവശ്യപ്പെടുന്ന നേതാവ് എന്ന നിലയ്ക്കാണ് അൻവറിനെ ആളുകൾ കാണുന്നത്. അൻവർ വീണ്ടും